നമസ്കാരം. ആഗോള ഭൂരാഷ്ട്രതന്ത്രത്തിന്റെ കൺമുന്നിൽ നിന്ന് നടക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറികൾ തന്നെയാണ്. പതിറ്റാണ്ടുകളായി മിഡിൽ ഈസ്റ്റിനെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി ഭരിച്ചിരുന്ന അമേരിക്കയ്ക്ക് അവിടെ തങ്ങളുടെ സ്വാധീനം പൂർണ്ണമായി നഷ്ടപ്പെടുന്നുവെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഉൾപ്പെടെയുള്ള മുൻനിര ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കൻ പ്രീണന നയം പൂർണ്ണമായും അവസാനിപ്പിച്ച് റഷ്യയോടും ചൈനയോടും അടുക്കുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. അമേരിക്കയുടെ സ്വാധീനത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ ഈ രീതിയിൽ യു ടേൺ എടുക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ വമ്പൻ ട്വിസ്റ്റാണ് സംഭവിക്കുന്നത്. ഇതിലൂടെ അമേരിക്ക അന്താരാഷ്ട്ര തലത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെടാൻ പോവുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് പുതിയ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് വരാൻ എനിക്ക് ഊർജം നൽകുന്നത്. അതുപോലെ തന്നെ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ കൈവിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന അസ്വസ്ഥതകളിലും പ്രത്യേകിച്ച് ഇറാനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഘർഷങ്ങളിലും ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് ഗൾഫ് രാജ്യങ്ങൾക്കാണ് എന്ന് നമുക്കറിയാമല്ലേ. അമേരിക്ക തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മിഡിൽ ഈസ്റ്റിന്റെ മണ്ണിൽ യുദ്ധത്തിന്റെ വിത്ത് പാകുമ്പോൾ അതിന്റെ കടുത്ത ആഘാതം മുഴുവൻ അനുഭവിച്ചത് ഇവിടുത്തെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയും സാധാരണ ജനങ്ങളുമാണ്. പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം അനുഭവിച്ചത്. അമേരിക്കക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. മുൻകാലങ്ങളിൽ അറേബ്യയിലെ ആരോംകോ എണ്ണ കമ്പനികൾക്ക് നേരെയും UAE-യിലെ തന്ത്രപ്രധാന കപ്പൽ പാതകൾക്ക് നേരെയും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ വാഷിംഗ്ടണിൽ ഇരുന്ന് വെറും പ്രസ്താവനകൾ ഇറക്കുകയല്ലാതെ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ പൂർണ്ണമായി ഉറപ്പാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിരുന്നില്ല. ഇത് അവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. സ്വന്തം രാജ്യത്തെ ആയുധ നിർമ്മാണങ്ങൾക്ക് വിപണി കണ്ടെത്താനും ആഗോള എണ്ണ വിപണി തങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്താനും വേണ്ടി അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ കൃത്യമായി സൃഷ്ടിക്കുന്ന ശത്രുത യഥാർത്ഥത്തിൽ തങ്ങളുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് സൗദിയും UAE-യും ഇപ്പോൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ സാമ്രാജ്യത്തെ കണ്ണടച്ച് പിന്തുടർന്നതുകൊണ്ട് ഇനി തങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല എന്ന ശക്തമായ നിലപാടിലാണ് ഗൾഫ് ഭരണാധികാരികൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇറാൻ ഉയർത്തുന്ന മിസൈൽ സുനാമിക്ക് മുന്നിൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ചാരമാകുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന തങ്ങളുടെ രാജ്യങ്ങളും വലിയൊരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുമെന്ന് അവർക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അമേരിക്കയുടെ യുദ്ധക്കൊതിക്ക് വേണ്ടി സ്വന്തം നാടിനെ ബലി കൊടുക്കാൻ അവർ തയ്യാറുമല്ല. അതുകൊണ്ടാണ് മേഖലയിലെ സുരക്ഷയ്ക്ക് വേണ്ടി അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്ന പഴയ നയം അവർ പൂർണ്ണമായും മാറ്റി എഴുതാൻ ആരംഭിക്കുന്നത്. ഈ വലിയ നയതന്ത്ര മാറ്റത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചൈനയുടെ മധ്യസ്ഥതയിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ച സംഭവം. അമേരിക്ക ഇത്രയും കാലം തങ്ങളുടെ ശത്രുവായി ചിത്രീകരിച്ചിരുന്ന ഇറാനുമായി നേരിട്ട് ചർച്ചകൾ നടത്താനും സമാധാനത്തിന്റെ പാത സ്വീകരിക്കാനും ഗൾഫ് രാജ്യങ്ങൾ തയ്യാറായത് വാഷിംഗ്ടണിന്റെ ആഗോള നയങ്ങൾക്കേറ്റ കനത്ത പ്രഹരം തന്നെയാണ്. ഈ മാറ്റത്തിന് പിന്നിൽ റഷ്യയും ചൈനയും ആഗോള തലത്തിൽ ഉയർത്തുന്ന പുതിയ സാമ്പത്തിക സൈനിക ബദലുകൾക്ക് വലിയ പങ്കുണ്ട്. അതിനെക്കുറിച്ച് കൂടി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ചൈനയുമായി കോടിക്കണക്കിന് ഡോളറിന്റെ എണ്ണ വ്യാപാര കരാറുകളിലാണ് സൗദി ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതിലും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിന് പകരമായി ചൈനീസ് കറൻസി ആയിട്ടുള്ള യുവാൻ ഉപയോഗിച്ച് എണ്ണ വ്യാപാരം നടത്താനുള്ള ആലോചനകൾ ഗൾഫ് രാജ്യങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യമാണ്. ഗൾഫ് രാജ്യങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അമേരിക്ക എന്തായാലും ഇടിയും. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പെട്രോ ഡോളറിന്റെ ആധിപത്യം തകർക്കാൻ പോകുന്ന നീക്കം തന്നെയാണിത്. ഇതിലൂടെ അമേരിക്കൻ ഡോളറിന്റെ വില ഇടിയുമെന്നും വാഷിംഗ്ടണിന്റെ സാമ്പത്തിക ഭീഷണിപ്പെടുത്തലുകൾ ഇനി നടക്കില്ല എന്നും ഗൾഫ് രാജ്യങ്ങൾക്കും നല്ല ബോധ്യമുണ്ട്. ഒപെക് പ്ലസ് സഖ്യത്തിലൂടെ റഷ്യയുമായി ചേർന്ന് എണ്ണ ഉൽപാദനം നിയന്ത്രിക്കാൻ സൗദി അറേബ്യ കാണിക്കുന്ന ആർജവം അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശങ്ങളെ അവർ എത്രത്തോളം തള്ളിക്കളയുന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ഇത്ര നാളും അമേരിക്കയ്ക്കൊപ്പം നിന്നിട്ട് ഒന്നും ലഭിച്ചിട്ടില്ല എന്ന സങ്കടമാണ് അവരെ കൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവരടങ്ങുന്ന ബ്രിക്സ് സഖ്യത്തിലേക്ക് സൗദി അറേബ്യയും UAE-യും ഇറാനും ഒരേ സമയം അംഗങ്ങളായി മാറിയത് പശ്ചിമേഷ്യയിലെ ഒരു പുതിയ യുഗപ്പിറവിക്ക് തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഈ രാജ്യങ്ങൾ എല്ലാവരും മാറി ചിന്തിരിക്കുന്നത്. അമേരിക്കയുടെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെയും ഭീഷണികളെയും മറികടക്കാൻ റഷ്യയും ചൈനയും ഒരുക്കുന്ന ഈ വലിയ പ്ലാറ്റ്ഫോമിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ എത്തുമ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ ആയുധമായ ഉപരോധങ്ങളുടെ മൂർച്ചയാണ് ഇല്ലാതാകുന്നത്. തങ്ങൾക്ക് താല്പര്യമില്ലാത്ത രാജ്യങ്ങളെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തി തളർത്താൻ ഇനി അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത്. സാമ്പത്തികമായി ലോകത്തിന്റെ കേന്ദ്രം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട്, അതായത് ഏഷ്യൻ ശക്തികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അറബ് ലോകം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ പരമാധികാരത്തിന് മേൽ കൈകടത്താനും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും അമേരിക്ക ഇനി ഒരടി പോലും അനുവദിക്കില്ല എന്ന് UAE-യും സൗദിയും അടിവരയിട്ട് പറയുകയാണ്. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ലെബനിലും ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞ് അമേരിക്ക നടത്തിയ ക്രൂരമായ അധിനിവേശങ്ങൾ ആ രാജ്യങ്ങളെ എങ്ങനെ തകർത്തുവെന്ന് ഗൾഫ് ഭരണാധികാരികൾക്ക് മുന്നിൽ വ്യക്തമായ ചിത്രവുമുണ്ട്. അവർക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്.
പശ്ചിമേഷ്യയെ തങ്ങളുടെ ആയുധങ്ങൾ പരീക്ഷിക്കാനുള്ള യുദ്ധകളമാക്കാൻ അമേരിക്ക ഇനി അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് അറബ് ലോകം ഇപ്പോഴുള്ളത്. തങ്ങളുടെ ഭാവി സുരക്ഷയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും വിശ്വസിക്കാൻ കൊള്ളാത്ത അമേരിക്കയേക്കാൾ നല്ലത് തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാത്ത ചൈനയോടും റഷ്യയോടും കൈകോർക്കുന്നതാണ് ബുദ്ധിയെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയെ വിശ്വസിച്ച് ഇറാനുമായി ഒരു യുദ്ധത്തിന് പുറപ്പെട്ടാൽ തങ്ങളുടെ വികസന സ്വപ്നങ്ങളെല്ലാം തകരുമെന്ന് സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും UAE ഭരണാധികാരികളും കൃത്യമായി കണക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. സൗദിയുടെ വിഷൻ 2030 പോലെയുള്ള വമ്പൻ ആഗോള പ്രൊജക്ടുകളും UAEയുടെ സാമ്പത്തിക ഹബ്ബ് എന്ന പദവിയും നിലനിൽക്കണമെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ സമാധാനം അനിവാര്യമാണ്. അമേരിക്ക ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നടപ്പിലാവുകയും ചെയ്യില്ല. അമേരിക്കയ്ക്ക് വേണ്ടത് മിഡിൽ ഈസ്റ്റിൽ എപ്പോഴും ഒരു യുദ്ധാന്തരീക്ഷം നിലനിൽക്കുക എന്ന് തന്നെയാണ്. എങ്കിൽ മാത്രമേ അവരുടെ ആയുധ കച്ചവടം പൊടിപൊടിച്ചു നടക്കുകയുള്ളൂ. എന്നാൽ ഈ കെണി തിരിച്ചറിഞ്ഞ ഗൾഫ് രാജ്യങ്ങൾ ഇറാനുമായി സമാധാന ചർച്ചകൾ നടത്തി മേഖലയെ സുരക്ഷിതമാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ അജണ്ടകളെ പൂർണ്ണമായും തകിടം മറിച്ചിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ അപ്രമാദത്തിന്റെ അന്ത്യം കുറിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ഏറ്റവും വിശ്വസ്ത സഖ്യകക്ഷികളായിരുന്ന ഗൾഫ് രാജ്യങ്ങൾ പോലും കൈവിട്ടതോടെ വാഷിംഗ്ടൺ ആഗോള രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെടലിന്റെ കടുത്ത ഭീഷണിയാണ് നേരിടാൻ പോകുന്നത്. അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം രാജ്യത്തെയും അവിടുത്തെ ജനങ്ങളെയും യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ ഗൾഫ് രാജ്യങ്ങൾ ഇനി ഒട്ടും തയ്യാറാകില്ല. പശ്ചിമേഷ്യയിൽ രൂപപ്പെടുന്ന ഒരു പുതിയ റഷ്യ ചൈന അറബ് സഖ്യം വരും നാളുകളിൽ ലോകത്തിന്റെ അധികാര സമവാക്യങ്ങളെയും ആഗോള രാഷ്ട്രീയത്തെയും എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും അമേരിക്ക പ്രതീക്ഷിക്കാത്ത ഗൾഫ് രാജ്യങ്ങൾ ഈ അപ്രതീക്ഷിത നിലപാട് മാറ്റമുണ്ടല്ലോ അമേരിക്കയ്ക്ക് ആഗോളതലത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതം അങ്ങേയറ്റം മാരകവും ദൂരവ്യാപകവും തന്നെയാണ്. അവർ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പോലും കാര്യമൊന്നുമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെട്രോ ഡോളറിന്റെ പതനം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പതിറ്റാണ്ടുകളായി ആഗോള വിപണിയിൽ അമേരിക്കൻ ഡോളർ ഒരു വൻ ശക്തിയായി നിലകൊള്ളുന്നത് ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ എണ്ണ വ്യാപാരം ഡോളറിൽ മാത്രം നടത്താമെന്ന് സമ്മതിച്ചതുകൊണ്ട് തന്നെയാണ് അല്ലെ. എന്നാൽ ഇപ്പോൾ അവർ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചൈനീസ് യുവാനിലോ മറ്റ് പ്രാദേശിക കറൻസികളോ എണ്ണ വ്യാപാരം നടത്താൻ സൗദിയും UAEയും തയ്യാറായാൽ അത് ആഗോള സാമ്പത്തിക രംഗത്ത് ഡോളറിന്റെ അപ്രമാദിത്വം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഘടകമാണ്. അമേരിക്കൻ ഡോളറിന്റെ മൂല്യം ഇടിയുന്നത് വാഷിംഗ്ടണിൽ കനത്ത സാമ്പത്തിക പ്രതിസന്ധിക്കും പണപ്പെരുപ്പത്തിനും വലിയ രീതിയിലുള്ള ആഭ്യന്തര തകർച്ചയ്ക്കും കാരണമാകും. സ്വന്തം കറൻസി കാണിച്ച് ലോകരാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന അമേരിക്കൻ ശൈലി ഇനി നടപ്പാകില്ല എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. ജിയോ പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വിശ്വസ്തരായ സഖ്യകക്ഷികൾ കൈവിടുന്നതോടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന് മേലുള്ള അമേരിക്കയുടെ ഏകപക്ഷീയമായ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുക കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത്രയും കാലം മിഡിൽ ഈസ്റ്റിലെ എണ്ണപ്പാതകളും തന്ത്രപ്രധാന കടലിടുക്കുകളും തങ്ങളുടെ സൈനിക ശക്തിയും ഉപയോഗിച്ച് നിയന്ത്രിച്ചിരുന്നത് അമേരിക്ക ആയിരുന്നു എന്ന കാര്യം നമുക്കറിയാം. എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ റഷ്യയോടും അതുപോലെ തന്നെ ചൈനയോടും അടുക്കുന്നതോടെ ഈ പ്രദേശങ്ങളിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന സ്വാധീനമാണ് ഇല്ലാതാകാൻ പോകുന്നത്. അതായത് ഇത്ര നാളും അവർ ഇരുന്ന കസേരയാണ് ഇല്ലാതായി പോകുന്നത്. ഇത് കിഴക്കൻ വൻ ശക്തികളായ റഷ്യയ്ക്കും ചൈനയ്ക്കും മേഖലയിൽ തങ്ങളുടെ സ്വാധീനവും സാന്നിധ്യവും നയതന്ത്ര സ്വാധീനവും ഉറപ്പിക്കാൻ വലിയ അവസരം തന്നെയാണ് ഒരുക്കുന്നത്. മിഡിൽ ഈസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ഥലമാണല്ലോ. ലോകത്തിന്റെ സാമ്പത്തിക സൈനിക കേന്ദ്രം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് മാറുന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇത്തരം വാർത്തകൾ നമ്മളോട് പറയുന്നത്. മറ്റൊരു വലിയ തിരിച്ചടി വരുന്നത് അമേരിക്കയുടെ പ്രതിരോധ മേഖലയ്ക്ക് തന്നെയാണ് കേട്ടോ. അതായത് US ആയുധ നിർമ്മാതാക്കളുടെ ഏറ്റവും വലിയ വരുമാന മാർഗമായിരുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്ക് നടത്തിയിരുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ അത്യാധുനിക ആയുധ വിൽപ്പന എന്ന് പറഞ്ഞാൽ. എന്നാൽ അമേരിക്കയെ പൂർണ്ണമായും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് മനസ്സിലാക്കിയ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ റഷ്യൻ ചൈനീസ് പ്രതിരോധ സംവിധാനങ്ങൾക്ക് മാറാനുള്ള താല്പര്യവും കാണിക്കുന്നുണ്ട്. വലിയ മാറ്റമാണിത്. ഇത് അമേരിക്കൻ ആയുധ വിപണിക്ക് കനത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്ന് മാത്രമല്ല പ്രതിരോധ രംഗത്ത് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന സാങ്കേതിക മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. അന്താരാഷ്ട്ര വേദികളിൽ അമേരിക്ക പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ അമേരിക്ക കൊണ്ടുവരുന്ന പ്രമേയങ്ങളെയും നയങ്ങളെയും പിന്തുണച്ചിരുന്ന വലിയൊരു സഖ്യമാണ് ഇതോടെ ഇല്ലാതായി പോകുന്നത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം മിഡിൽ ഈസ്റ്റിൽ യുദ്ധം സൃഷ്ടിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായയ്ക്ക് ഇത് കനത്ത ആഘാതമായിരിക്കും ഉണ്ടാക്കുക. എന്തായാലും മിഡിൽ ഈസ്റ്റിലെ ഈ വൻ ട്വിസ്റ്റ് അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രതയെയും ആഗോള സൂപ്പർ പവർ എന്ന പദവിയെയും ഒരുപോലെ തകിടം മറിക്കാൻ പോകുന്നതാണ് എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്താണ് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. മറ്റൊരു പ്രധാന ആഗോള വിഷയമായി വീണ്ടും വരാം. നന്ദി.